സീറോ മലബാർ സഭയുടെ സുന്നഹദോസ് തീരുമാനിച്ച സഭയുടെ ഏകീകൃത കുർബാന സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും വൈദികർ ഒഴിച്ച് 34 രൂപതകളിലും സഭയിലെ മുഴുവൻ മെത്രാന്മാരും അനുസരിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആഴ്ചയിലൊരിക്കൽ മാത്രം ചൊല്ലിയാൽ മതിയെന്ന ഡിസ്പെൻസേഷൻ കൊടുത്തുകൊണ്ട് സർക്കുലർ ഇറക്കിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നിലപാട് വിശ്വാസികളിൽ ആശങ്കയുളവാക്കുന്നു. ജനിപ്പിച്ചവൻ തന്നെ ഉദയക്രിയ ചെയ്യുന്നതിന് തുല്യമായ നിലപാടാണ് മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സർക്കുലറിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. സീറോ മലബാർ സഭയെ ആകമാനം ബാധിക്കുന്ന സഭയുടെ പൊതു തീരുമാനത്തെ അട്ടിമറിക്കുന്ന നിലപാടെടുത്തത് വഴി താൻ മേജർ ബിഷപ്പായിരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനം രാജിവെച്ച് ഒഴിയുകയാണ് ചെയ്യേണ്ടത്. പരിശുദ്ധ സിംഹാസനത്തെയും മാർപ്പാപ്പയെയും ഒരു സഭാതലവൻ എന്ന നിലയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് അട്ടിമറിക്കുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നമാണ് സഭയിലും സമൂഹത്തിലും ആഗോള കത്തോലിക്ക സഭയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. സഭയിലെ ആകെ വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് മുൻപ് സമവായത്തിന് നേതൃത്വം നൽകിയ മാർ പാംപ്ലാനി ഒപ്പിട്ട രേഖ നിലവിലിരിക്കെ അതുപോലും നിയമവിരുദ്ധമെന്ന് കാനോനിക വിദഗ്ധർ കണ്ടെത്തിയ സാഹചര്യത്തിലും ഇപ്പോൾ സഭയുടെ തലവൻ തന്നെ അത്തരമൊരു രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഗുരുതരമായ കാനോനിക പ്രശ്നമാണ് സഭയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ പറ്റിയ വീഴ്ച സമ്മതിച്ചുകൊണ്ട് ഉടനടി രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത്. മേജർ ആർച്ച് ബിഷപ്പിന്റെ നിലപാട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പൊതു നിലപാട് തീരുമാനിക്കുന്നത് എങ്കിൽ മറ്റു രൂപതകളിലും ഇത്തരം നിലപാട് സ്വീകരിച്ചാൽ സഭയിൽ അരാജകത്വമുണ്ടാകും. സഭ വിശ്വാസികളെ പൊട്ടന്മാരാക്കി മാർ തട്ടിലും മാർപ്പാംപ്ലാനിയും വിമത കൂട്ടാളികളും അതിബുദ്ധിമാന്മാർ എന്ന് സ്വയം നടിക്കുന്ന സർക്കുലറാണ് പുറത്തു വന്നത്. എറണാകുളത്തെ സമാധാനം ആഗ്രഹിക്കുന്ന സാധാരണ വിശ്വാസികൾക്ക് ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങളാണ് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. സർക്കുലറിൽ പറയുന്ന പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല. വിശ്വാസികൾ നിലവിൽ കേസുകൾ പിൻവലിക്കണം. സമൂഹ മാധ്യമങ്ങളിൽ സഭയ്ക്കെതിരായി മിണ്ടരുത്. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ ആഹ്വാനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ആലോചിക്കണം. മാത്രമല്ല, ഇങ്ങനെ വന്നാൽ മറ്റ് രൂപതകൾ, പ്രത്യേകിച്ച് എറണാകുളത്തിന് വടക്ക് ഫരീദാബാദ്, മാണ്ഡ്യ, മെൽബൺ തുടങ്ങിയ രൂപതകളും ഈ രൂപതകളിൽ ജനാഭിമുഖ കുർബാന ആവശ്യപ്പെടും. എറണാകുളത്തിൻ്റെ കിഴക്കും തെക്കും രൂപതകൾ പൂർണ്ണമായ അൾത്താരാഭിമുഖ കുർബാന ആവശ്യപ്പെടും. എറണാകുളം ലോബി ഭാരതീയ പൂജ പോലും ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ ഒരു പള്ളി ഒരു ആരാധനക്രമം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് പകരം ഒരു പള്ളി പല ആരാധനക്രമങ്ങളെന്ന നിലയിലെത്തും. സീറോ മലബാർ സഭ നേതൃത്വം പരാജയമെന്ന് റോം കൃത്യമായി ഉറപ്പിക്കുന്ന നാളുകളാണ് ഇനിയുള്ള വലിയ നോയമ്പ് കാലം. പഴയ മേജർ പോയതിനേക്കാൾ ശരവേഗത്തിൽ പുതിയ മേജറും വികാരിയും മാളത്തിൽ കയറുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. പക്വതയില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പിനെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാൻ പരിശുദ്ധ സിംഹാസനം തയ്യാറാകണമെന്നാണ് വിശ്വാസികളുടെ അഭ്യർത്ഥന.